തവാഫ് ചെയ്തോളൂ, സഅയും ചെയ്തോളൂ. തവാഫ് ചെയ്തോളാണെങ്കിൽ ഇതോടുകൂടി അവരെ ഹജ്ജിന്റെ സകല അമലും കഴിഞ്ഞ് പൂർണ്ണ വിരാമമായി, ഒന്നുമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ശരിക്ക് അവിടെ തന്നെ നിൽക്കുക, 13 നിൽക്കുക. അങ്ങനെ 13 നിൽക്കുമ്പോ നമ്മൾ ഓരോരുത്തരും 13 ദിവസത്തെ ഏറ് ളുഹ്ർ നമസ്കാരത്തിന് ശേഷം തന്നെ എറിയണം. ളുഹ്ർ നമസ്കാരത്തിന്റെ ശേഷം 13 ഏറ് എറിയണം. അങ്ങനെ 13 ഏറ് എറിഞ്ഞ് ജംറത്തുൽ അഖബ വരെ എത്തി. ഊല എറിഞ്ഞു, ഉസ്ത എറിഞ്ഞു, അഖബ എത്തി. അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് പോരാ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോരാ. അങ്ങനെ പോന്ന് മക്കത്തെത്തുക, നമ്മുടെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി പോകാന്റെ രൂപം പിന്നെ പറയാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഏറിനടിയിൽ ചിലപ്പോൾ കല്ല് വിട്ടുപോയി. അതുപോലെ തന്നെ പകരം വരിക്കേണ്ട വിഷയം രണ്ടോ പറയാം. ഏറിൽ തർത്തീബ് നിർബന്ധമാണ്, ശ്രദ്ധിച്ചോളൂ. ജംറത്തുൽ ഊലയിൽ 7 കല്ലെറിയാം, ജംറത്തുൽ ഉസ്തയിൽ 7 കല്ലെറിയാം, ജംറത്തുൽ അഖബയിൽ 7 കല്ലെറിയാം. അത് രണ്ടും എറിയാതെ ഇത് വന്ന് എറിഞ്ഞിട്ട് കാര്യമില്ല. ഒരാള് 21 കല്ലിട്ട് എറിയാൻ വന്നു, ഉറപ്പായി 21 കല്ലേ ഉള്ളൂ. ഒരു കേസിലിട്ട് വെച്ച് ഒന്നാമത്തെ ജംറന്റെ അടുത്ത് വന്നു, 7 എറിഞ്ഞു. രണ്ടാമത്തെ ജംറന്റെ അടുത്ത് വന്നു, 7 എറിഞ്ഞു. മൂന്നാമത്തെ ജംറന്റെ അടുത്ത് വന്നു, 7 എറിഞ്ഞു. തിരിച്ചു റൂമിൽ പോയി കേസ് നോക്കുമ്പോൾ ഒരു കല്ല് ബാക്കിയാണ്. 21 ആകെ എടുത്തിട്ടുള്ളൂ ഉറപ്പാണ്. എവിടെയോ ഒരു കല്ല് വിട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്. എവിടെയാ വിട്ടെന്ന് അറിയില്ല. എന്താ ചെയ്യാ? ഒരു പിടുത്തമല്ലോ. അങ്ങനെ വന്നാൽ ഏറിൽ തർത്തീബ് നിർബന്ധമായതുകൊണ്ട് ജംറത്തുൽ ഊലയിലെ ഏറ് പൂർത്തിയാക്കിയിട്ട് ഉസ്ത എറിഞ്ഞിട്ട് പിന്നെ ഇത് എറിയണം. അതേ സമയത്ത് ഇവിടെയാണ് ആ ഒരു കല്ല് വിട്ടെന്ന് ഉറപ്പാ, എന്നാ മറ്റേ രണ്ടും ശരിയാ. ഇവിടെ ആ ഒരു കല്ല് എറിഞ്ഞു പോന്നാ മതി. പകരം ഏൽപ്പിച്ചാൽ എന്താ പ്രശ്നം തരും? പകരം ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചത്, ഏറിന്റെ സമയം തീരും മുമ്പ് നമുക്ക് നമ്മുടെ രോഗം തീരുന്ന ഉറപ്പുണ്ടെങ്കിൽ ഏൽപ്പിക്കാൻ പറ്റില്ല. 13 നമുക്ക് എറിയാൻ കഴിയും, എന്നാ ഏൽപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ ആകുമ്പോൾ പുറത്തു വരാൻ പറ്റില്ല. 13 പുറത്തു വരില്ലോ. അങ്ങനെ വന്നാൽ എറിയാൻ ഏൽപ്പിക്കാം. ഈ ഏറ് കഴിഞ്ഞ് ഇനി നമ്മൾ 12 പോകുന്നില്ല, 13 നിൽക്കുക. ഇപ്പൊ നമ്മൾ 13 നിന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 13 ളുഹ്ർ കഴിഞ്ഞ് എറിയാം. 13 ളുഹ്ർ കഴിഞ്ഞ് എറിയുന്നതിന് മുമ്പ് ഏൽപ്പിക്കുന്നവരെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏൽപ്പിച്ചയാള് എറിയുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവന്റെ ഏറ് എറിഞ്ഞിട്ടേ എറിയാൻ പറ്റും. വാപ്പാക്ക് തീരെ സുഖല്ല, വാപ്പ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ എറിയാൻ വരാൻ കഴിയില്ല. മകന്റെ കയ്യിൽ വാപ്പ കല്ലെടുത്തു കൊടുക്കണം, വക്കാലത്താക്കണം, എന്റെ ഏറ് നീ എറിഞ്ഞോ എന്ന് പറയണം. പകരക്കാരനെ ചുമതലപ്പെടുത്തിയാ മോൻ വരിക. ഇവൻ ഇഹ്റാമിലാണെങ്കിൽ സാധാരണ നിങ്ങളുടെ മക്കളൊക്കെ ചെയ്യാറില്ല. എന്താണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂല, എത്ര പറഞ്ഞാലും അവർ കേൾക്കൂല. നേരിട്ട് ഈ വിഷയം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ സംഗതി എറിയില്ല വേണ്ടി പഠിച്ചോനോ അറിയില്ലപ്പോ അതൊക്കെ പഠിച്ചോനായിട്ട് അറിയില്ല. അങ്ങനെ പറയുന്ന മക്കൾ എന്താ കാര്യം? ജംറത്തുൽ ഊലയിൽ ആദ്യം എറിയണം, ഉസ്തയിൽ ആദ്യം എറിയണം, അഖബയിൽ പിന്നെ എറിയണം. ഈ കുട്ടി എന്ത് ചെയ്യും? ഇവൻ ഏറുണ്ട്. ഇവൻ 7 14 കല്ലെടുക്കും. വാപ്പാന്റെ 7 ഏറുന്നു, ഇവന്റെ 7 ഏറുന്നു. അല്ലെങ്കിൽ ആദ്യം ഇവന്റെ 7 എറിഞ്ഞു, വാപ്പാന്റെ എറിഞ്ഞു കഴിഞ്ഞു. അടുത്ത ജംറയ്ക്ക് വന്നു, ഓന്റെ എറിഞ്ഞു, വാപ്പാന്റെ എറിഞ്ഞു, ഇവിടെ എറിഞ്ഞു 7. അപ്പോ 14 എറിഞ്ഞു പണി പോരും. ഈ ഏറ് ശരിയല്ല, അവന്റെ ഏറ് ശരി, വാപ്പാന്റെ ഏറ് ശരിയല്ല. എന്താ കാരണം? ഇവൻ ചെയ്യേണ്ട എങ്ങനെ? ആദ്യത്തെ ജംറയിൽ വന്നിട്ട് ഇവന്റെ ഏറ് 7, രണ്ടാമത്തോടത്ത് ഇവന്റെ 7 ഏറ്, മൂന്നാമത്തോടത്ത് ഇവന്റെ 7 ഏറ്, തിരിച്ചയച്ചു ചെന്നിട്ട് വാപ്പാന്റെ 1, വാപ്പാന്റെ 2, വാപ്പാന്റെ 3 അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ശരിക്കും 13 അന്നത്തെ ഏറ് പൂർത്തിയാക്കി. 13 അന്നത്തെ ഏറ് പൂർത്തിയാക്കി എല്ലാ കാര്യങ്ങളും കഴിച്ച് വളരെ വിശാലമായി നമ്മൾ പരിശുദ്ധമായ ഹറം ശരീഫിലെത്തി. ഇവിടെ ഇപ്പൊ 2 വിഭാഗം ആൾക്കാരുണ്ടാവും. ആ 2 വിഭാഗം എന്ന് പറയുന്നത്, ഒന്നാമത്തെ വിഭാഗം ഇബാദത്തിന്റെ തവാഫ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അറഫയിൽ നിന്ന് പുറപ്പെട്ട് മുസ്ദലിഫ വഴി മിനയിൽ വന്ന് മിനയിൽ തന്നെ തമ്പ്, ആ തമ്പിൽ നിന്ന് ഒരിക്കൽ രണ്ടാമതൊന്ന് മക്കത്ത് പോയി തിരിച്ചു വരാൻ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ രണ്ടാമതൊന്ന് മക്കത്ത് പോയി തിരിച്ചു വരാനുള്ള പ്രയാസം കാരണം ആ ലഘൂകരിക്കാൻ വേണ്ടി അവർ തൽക്കാലം അയ്യാമു തശ്രീഖിന്റെ ദിവസത്തെ വിട്ട് തവാഫ് പിന്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ പിന്തിച്ച ആളുകൾ ഇപ്പൊ 13 ഏറും കഴിഞ്ഞ് മക്കത്ത്, ആ ആളുകൾക്ക് ഇനി തവാഫ് ചെയ്യണം. ആ ആളുകൾ തവാഫ് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ വിശദീകരിച്ച പോലെ ഹറമിലേക്ക് ഇറങ്ങി മതാഫിൽ ചെന്ന് വര കണ്ടുപിടിച്ച് തവാഫ് ചെയ്യുക, ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ സൗകര്യം ഉണ്ടെങ്കിൽ നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ തിരിച്ച് സഈ ചെയ്യാൻ പോവുക, സഈ ചെയ്യാ കഴിയുക, എല്ലാം കഴിഞ്ഞു. മുടി മുറിക്കേണ്ട നേരത്തെ മുറിച്ചിട്ടുണ്ടാവും. ആ
അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹജ്ജ് കർമ്മം ശരിക്കും പൂർത്തിയാക്കിയപ്പോ മക്കത്ത് നമ്മൾ ഹാജിയായി. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اشرح بالصلاة عليه صدورنا، اللهم اشرح بالصلاة عليه صدورنا، اللهم اشرح بالصلاة عليه صدورنا ويسر بها أمورنا وفرج بها همومنا واغفر بها ذنوبنا واقض بها ديوننا وأصلح بها أحوالنا وبلغ بها آمالنا وتقبل بها توبتنا واغسل بها حوبتنا وانصر بها حجتنا وطهر بها ألسنتنا وآنس بها وحشتنا وارحم بها غربتنا واجعلها نورا بين أيدينا وعن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا ومن تحتنا وفي حياتنا وموتنا وفي قبرنا وحشرنا ونشرنا وظلا في القيامة على رؤوسنا وثقل بها موازين حسناتنا وثقل بها موازين حسناتنا وثقل بها موازين حسناتنا وعدل بركاتها علينا حتى نلقى نبينا وسيدنا محمدا صلى الله عليه وسلم. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അവിടുത്തെ ഹഖ്ഖാക ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നല്ല ഉദ്ദേശത്തെ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഈ സഹോദരേ പടച്ചവനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അവർക്ക് അടുത്ത വർഷമെങ്കിലും അത് ചെയ്യാൻ നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. ആരോഗ്യം ക്ഷയിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അമലുകൾക്ക് നീ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ മുതലല്ല തമ്പുരാനെ. പടച്ചവനെ ആഫിയത്ത് നിറഞ്ഞിട്ട് തരണേ റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ ഖിദ്മത്ത് ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കി സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ആഫിയത്ത് മരണം വരെ നൽകണേ തമ്പുരാനെ. രോഗികളായി കിടന്നുകൊണ്ട് ബന്ധുക്കൾ പോലും പരിപാലിച്ച് ബുദ്ധിമുട്ടി വർഷങ്ങൾ രോഗശൈലിയിൽ കിടക്കുമ്പോൾ ഇതൊന്നും മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ബന്ധുക്കൾ പോലും ദുആ ചെയ്യുന്ന അവസ്ഥയിൽ ഞങ്ങളെ കിടത്തല്ല തമ്പുരാനെ. പടച്ചവനെ അർദലുകളിലെ അത്തരം അവസ്ഥയിൽ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. പടച്ചവനെ മശായിറുകളിലൊക്കെ ചെല്ലുവാനും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ തമ്പുരാനെ. ശാരീരികവും സാമ്പത്തികവുമായ ഐശ്വര്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. ഈ യാത്രക്ക് തടസ്സമാകുന്ന എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു തരണേ തമ്പുരാനെ. അമൽ ചെയ്യാൻ തടസ്സമാകുന്ന രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നിയമപ്രശ്നങ്ങളും നീ തീർക്കണേ തമ്പുരാനെ. പടച്ചവനെ ഈ യാത്ര ഞങ്ങൾക്ക് ലഘൂകൃതമാക്കി തരണേ റബ്ബേ. പടച്ചവനെ അവിടെ ചെന്നുകൊണ്ട് ഞങ്ങളുടെ ഉസ്താദുമാർക്കും മൂവാക്കന്മാർക്കും ദുആ ചെയ്യുവാൻ നീ തൗഫീഖ് തരണേ തമ്പുരാനെ. പടച്ചവനെ ലോകത്ത് പലസ്തീനിലും ഗുജറാത്തിലും ഇറാഖിലും ഒക്കെ ഒരുപാട് സഹോദരങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളുടെ രാജ്യത്ത് പോലും ഗുജറാത്തിലെ മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ്. പടച്ചവനെ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ മശായിറിൽ എത്തിച്ചേരാനുള്ള തൗഫീഖ് തരണേ തമ്പുരാനെ. അവരെയൊക്കെ ദുരിതക്കയത്തിൽ നിന്ന് നീ കരകയറ്റണേ റബ്ബേ. പടച്ചവനെ സമ്പത്തിന്റെ ഐശ്വര്യം ആർന്ന ജീവിതം നയിച്ച അവരൊക്കെ കുത്തുപാട് എടുത്തുപോയി. ഞങ്ങൾക്കും ഐശ്വര്യം നീ നൽകിയിട്ടുണ്ട്. ഈ സമൂഹത്തിന്റെ ദുർനടപടി കൊണ്ട് ഞങ്ങളെ നീ തെരുവിന്റെ മക്കളാക്കി മാറ്റല്ല തമ്പുരാനെ. ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ജീവിക്കാൻ വേണ്ടി മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ വരുത്തല്ല തമ്പുരാനെ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാൻ കാമിലായി മരിക്കുന്ന സജ്ജനങ്ങളിൽ പെടുത്തണേ റബ്ബേ. പടച്ചവനെ സജ്ജനങ്ങളായ മക്കളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരെ നിന്റെ ഖജനാവ് കൊണ്ട് സഹായിക്കണേ റബ്ബേ. പടച്ചവനെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ പല വിധത്തിൽ സഹകരിച്ചവർ, സഹായിച്ചവർ, സംഭാവന കൊടുത്തവർ, ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ അധ്വാനിക്കുന്നവർ, അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും